ഹായ് നമസ്കാരം. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ഇടിയപ്പത്തിൻ്റെയും നല്ല അടിപൊളി നാടൻ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തുടർന്ന് സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ വേണ്ട ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയൊരു മുറത്തിനകത്ത് കട്ട് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് എല്ലാ വേസ്റ്റും കൂടെ ഒരുപോലെ കൊണ്ട് കളയാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് എന്നിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ കുഴിയുള്ള ഒരു പാത്രത്തിൽ, ഒരു അരിപ്പയുള്ള പാത്രത്തിൽ ചിക്കൻ ഇട്ട് വെച്ച് കുറേ നേരം ആകുമ്പോഴത്തേക്ക് ആ വെള്ളം തോർന്ന് കിട്ടും. നമ്മൾ ഇന്ന് വെക്കുന്ന ചിക്കന് തീരെ വെള്ളം ഇല്ലാതെ ഡ്രൈ ആയിട്ട് ഉള്ള അതിന് വെള്ളം ഒഴിക്കും. അത് ചിക്കൻ കഴിയുമ്പോൾ പക്ഷേ നമ്മൾ ഡ്രൈ ആയിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് ഞാനൊരു പാൻ വെച്ച് വെള്ളം ചൂടാക്കുകയാണ്. അത് ഇടിയപ്പത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ചിക്കൻ തോരുന്ന സമയം കൊണ്ട് നമുക്ക് ഇടിയപ്പത്തിനുള്ള മാവൊക്കെ കുഴച്ച് വെക്കാം. അപ്പോൾ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചാൽ ചൂടാക്കുന്നത്. പിന്നെ ഇനി വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇടിയപ്പം കുഴച്ച് വെക്കാം. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയാണ്. അത് അപ്പം, ഇടിയപ്പം, പത്തിരിപ്പൊടി അങ്ങനെ എഴുതിയിരിക്കുന്ന ഏത് പൊടി വേണമെങ്കിലും എടുക്കാം. അല്ലാതെ ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ ഇടിച്ച് പൊടിപ്പിക്കുന്ന പൊടിയാണ്. അതിപ്പോൾ എൻ്റെ കയ്യിൽ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാങ്ങിക്കുമ്പോഴല്ല, ഇടിച്ച് പൊടിക്കുമ്പം ഞാനതിൻ്റെ വീഡിയോ ചെയ്ത് കാണിക്കാം. അതാ ഏറ്റവും ടേസ്റ്റും ഏറ്റവും സൂപ്പറും അതാ. അപ്പം ഇതെല്ലാം നല്ല തിളച്ച വെള്ളത്തിൽ ഒഴിച്ച് കുഴച്ച് മാറ്റി വെക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ് കിട്ടുന്നത്. ഇടിയപ്പത്തിനായാലും പുട്ടിനായാലും ഇതേപോലെ വെള്ളം തിളപ്പിച്ച് ഒഴിക്കുമ്പം നല്ല സോഫ്റ്റായിട്ടാണ് വരുന്നത്. ഇടിയപ്പത്തിനാവുമ്പം അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതവിടെ കുഴച്ച് വെച്ചിട്ട് ഇനി അടുത്ത് ചിക്കൻ കറിക്കുള്ള പ്രിപ്പറേഷൻസാണ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് നല്ല ഒരു പാനിൽ എണ്ണയൊഴിച്ച് ചൂടാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ, ഞാൻ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂണിൽ താഴെ മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയുള്ളൂ, 1 ടേബിൾ സ്പൂണിൽ താഴെ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് കളർ ചേഞ്ചായി മൂത്ത് വരണം. ആ സമയം വരെ വഴറ്റിയെടുക്കണം. എന്നിട്ട് ആ പൊടി, നമ്മൾ മൂപ്പിച്ചെടുത്ത പൊടി നമ്മൾ ഡ്രൈ ആക്കാൻ വെച്ച് ചിക്കനകത്തോട്ട് നന്നായിട്ട് പുരട്ടണം. നല്ല വൃത്തിയായിട്ട് പുരട്ടി തേച്ച് അതിലേക്ക് പിടിപ്പിക്കണം. എന്നിട്ട് നമ്മൾ ആ മസാല മൂപ്പിച്ച ആ പാനിനകത്ത് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വേണ്ട വെജിറ്റബിൾസ്, ഞാനെടുത്തത് 2 വലിയ സവോളയാണെങ്കിൽ 2 മതി. ഒരുപാടായ ഒത്തിരി മധുരമായി പോവും, അത് കറി അത്ര ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ കടുക് പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് ഒരു വലിയൊരു ഉണ്ട വെളുത്തുള്ളിയുടെ ഒരു 1/4 ഭാഗം അത്രയും വെളുത്തുള്ളി, ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, 2 സവോള, കുറച്ച് കറിവേപ്പില, അതെല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കണം. അതിൽ ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ കടുക് പൊട്ടിയ ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നന്നായിട്ട് മൂത്ത് അതിൻ്റെ ഒരു മണം വന്ന ശേഷം മാത്രമേ സവോള ഇടാവുള്ളൂ. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ മണം വന്നിട്ട് സവോള ഇടുന്നതായിരിക്കും ടേസ്റ്റ് വരുന്നത്. മറ്റേത് മൂത്ത് കിട്ടാൻ സമയമെടുക്കും. അപ്പം അതിൻ്റെ കൂടെ തന്നെ സവോള ഇട്ടാൽ അതൊരു വെള്ളമയം ഉള്ളതല്ലേ. അപ്പം സവോള അതിന് ശേഷം ഇടുന്നതായിരിക്കും നല്ലത്. അപ്പം അങ്ങനെ ഇട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. ഓയിൽ ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പാത്രത്തിന് അടിയിൽ വല്ലതും പിടിക്കുകയാണെങ്കിൽ ഓയിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പുറത്ത് കുഞ്ഞുങ്ങൾ കളിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നല്ല ബഹളം കേൾക്കുന്നുണ്ട് പുറത്ത്.
അപ്പോൾ അത് സവാളയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂക്കുകയാണ്. അത് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് ആ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ടിട്ട് ഇടിയപ്പം ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ഇടിയപ്പം കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ഇടിയപ്പമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും മാവ് കുഴച്ചെടുക്കുമ്പം ഒരുപാട് കട്ടിക്ക് കുഴച്ചെടുക്കരുത്. നമുക്കിപ്പം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കൈ കൊണ്ട് നല്ല സിമ്പിളായിട്ട് കറക്കി പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലേ കുഴയ്ക്കാവുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും വിചാരം ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ ഇടിയപ്പം കറക്റ്റ് ആവില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഓവർ വെള്ളവും ആവരുത്, എന്നാൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം വേണം താനും. ഒരുപാടങ്ങ് കട്ടിയാവരുത്. അപ്പം നമുക്ക് ഒരു കൈ കൊണ്ട് പിടിച്ച് കുഴയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇതിൽ കാണുന്നത് നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാം. അതേപോലെ കുറച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കണം മാവ്. അപ്പം ഞാൻ അതിൻ്റെ ഇടിയപ്പമൊക്കെ അച്ചിൽ പിഴിഞ്ഞ് അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ്റെ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ അടുക്കി പിടിക്കുന്നുണ്ട്, അതുകൊണ്ടിപ്പം മറ്റൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇത് കരോട്ടയുടെ പാത്രമാണ് കേട്ടോ. നല്ല സൂപ്പർ പാത്രമാണ്. ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇത് വാങ്ങിക്കാം. നല്ല അടിപൊളി പാത്രമാണ് കരോട്ടയുടെ. ആമസോണിലുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ വേണ്ട ആ മസാലയും ഉള്ളിയും ഒക്കെ ഉള്ള ആ മിക്സിനകത്തോട്ട് നമ്മൾ പുരട്ടി വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുക. വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. മസാല പുരട്ടി ചിക്കൻ ഡയറക്റ്റായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കണം. ശേഷം ഒരു കുഞ്ഞ് പീസ് സവോള, നമ്മൾ നേരത്തെ എടുത്തു വെച്ച സവോളയും അതിനകത്തുനിന്ന് കുറച്ച് ഭാഗവും ഒരു തക്കാളിയും കൂടെ മിക്സിക്കകത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത് നമ്മുടെ ഈ ചിക്കനകത്തോട്ട് ഇട്ട് കൊടുക്കണം. വെള്ളത്തിന് പകരം നമ്മൾ ഈ മിക്സാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് സവോളയും ടൊമാറ്റോയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ഇടുന്നത് നല്ല കുറുകിയ ചിക്കൻ കറി കിട്ടാനും നല്ല ടേസ്റ്റിൽ നല്ല ഗ്രേവി കിട്ടാനും ഒക്കെ വേണ്ടിയാണ് ഇതിട്ട് കൊടുക്കുന്നത്. അപ്പം അതിന് ശേഷം ഇട്ടത് കുറച്ച് ചിക്കൻ മസാല ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂൺ ചിക്കൻ മസാല. പിന്നെ ഗരം മസാല കുറച്ച് ഒരു ടീസ്പൂൺ ഗരം മസാല മതി. ചിക്കൻ മസാല മണം കുറവാണെങ്കിൽ കുറച്ചധികം നിങ്ങളുടെ ഇഷ്ടത്തിനിടാം. ഇതിപ്പം ഞങ്ങൾക്ക് മസാല അധികം വേണ്ട, അതുകൊണ്ട് 2 ടീസ്പൂണായിട്ടിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇത് ഈ മിക്സിലേക്ക് വെള്ളത്തിന് പകരം കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെക്കണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. നിങ്ങൾക്ക് കളർ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഡാർക്ക് കളറിൽ. നമ്മൾ ആ മസാലയൊക്കെ മൂപ്പിച്ച് അതിലേക്ക് പുരട്ടി കുറച്ച് സമയം വെച്ച് ഇരിക്കുന്നത് കൊണ്ട് നല്ല ഡാർക്ക് കളറിൽ നല്ല ചിക്കൻ കറിയാണ് കിട്ടുന്നത്. ഇടിയപ്പത്തിൻ്റെ കൂടെ, അപ്പം, ചോറിൻ്റെ കൂടെ, പുട്ട് എല്ലാത്തിൻ്റെയും കൂടെ സൂപ്പറായിരിക്കും. അടിപൊളി ടേസ്റ്റായിരിക്കും. പിന്നെ ലാസ്റ്റ് ഞാൻ 1 സ്പൂണ് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാണ്ട് ഇടിയപ്പം ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇടിയപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഭയങ്കര സോഫ്റ്റ് ഇടിയപ്പമാണ് കിട്ടുന്നത്. അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ കറി ഇങ്ങനെ ഉള്ള രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.